എല്ലാവർക്കും നമസ്കാരം. അപ്പം അഖിൽ NRDയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നും ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ ഒറ്റ ഒരു വീഡിയോ ഞാൻ ചെയ്തുള്ളൂ. രാവിലെ ആ വാർത്ത അറിഞ്ഞപ്പോൾ അപ്പൊ അതിന്റെ കമന്റ് ബോക്സും മറ്റു പല യൂട്യൂബേഴ്സ് പിന്നെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ അവരുടെയൊക്കെ കമന്റ് ബോക്സ് ഞാൻ കണ്ട ഒരു കമന്റ്, അയ്യോ എല്ലാവർക്കും വളരെയധികം സഹതാപം. അഖിലിനെ NRD അഖിൽ നൂറനാടെന്നുള്ളതാണ് NRD എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ പുള്ളിയെ വിറ്റിരിക്കാൻ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ഇങ്ങനത്തെ വരും, നിങ്ങൾ അപ്പ വേദനിക്കും, അതിന്റെ കാശ് മേടിച്ച് നിങ്ങൾ ഉണ്ണും, ഇങ്ങനെ ശാപവാക്കുകളാണ്. സത്യത്തിന്റെ ഒരു മറുസൈഡ് നിങ്ങൾ ആലോചിക്കും. ലക്ഷക്കണക്കിന് വരുമാനം അവരുടെ കല്യാണം നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് അവരുടെ കല്യാണങ്ങൾക്ക് കിട്ടിയത്. അത്രയും ജനങ്ങൾ കണ്ടതാണ്. പണ്ട് ഒരാൾ എന്നോട് സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്, ശരിക്കും നമ്മുടെ സിസ്റ്റത്തില് ഒരു മാറ്റം വരുത്തണമെന്ന്. എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹം നമ്മൾ കഴിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ച് സദ്യയും കൊടുത്ത് നമ്മൾ നടത്തുന്നത്. അത് കഴിഞ്ഞ് ആരും അറിയാതെ ഡിവോഴ്സ് ആയിട്ട് മിണ്ടാതെ പതുങ്ങി അങ്ങ് പോക്കുണ്ട്. അത് പറ്റില്ല. വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും പേരെ അറിയിച്ചതാണെങ്കിൽ നിങ്ങൾ ഡിവോഴ്സായി നിങ്ങൾ വേറെ പിരിയുമ്പോഴും ഇതേപോലെ ആൾക്കാരെ വിളിച്ചൊരു സദ്യ നടത്തി വേറെ പിരിയണം. അതൊക്കെയാണ് സിസ്റ്റത്തിൽ മാറ്റം വരുത്തേണ്ടതെന്ന് ചിലരിങ്ങനെ സംസാരിച്ച് ചുമ്മാ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ സംസാരിച്ച് വന്നിട്ടുണ്ട്. അതാണ് സത്യം. അത് മറുസൈഡ് എന്താണെന്ന് ഇവരതുപോലെ സെലിബ്രിറ്റീസ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ സോഷ്യൽ മീഡിയ സജീവമായിട്ട് നിന്ന് അവരുടെ കല്യാണമൊക്കെ വളരെ ഇതായിട്ട് ഒരു സുപ്രഭാതത്തിൽ ആ പാവം പയ്യനെ ഇട്ടേച്ച് ആ പെണ്ണ് ഒന്നുമല്ലാത്തൊരു അത് ആ മിനിറ്റുകൾക്ക് മുന്നേ വരെയും ഒരു സൂചനയും കൊടുക്കാതെ ഇഷ്ടക്കുറവും കാണിക്കാതെ നിന്ന് ചതിച്ചിട്ട് ഓടി ഒളിച്ചു പോയ ഒരു കാര്യം എന്തിനാണ് പറയാതിരിക്കുന്നത്? ഇനി അഥവാ നിങ്ങൾ പറയുന്ന പോലെ അഖിലിനെ കണ്ടമാനം കുറ്റപ്പെടുത്തി അവളെ അങ്ങോട്ട് പുകഴ്ത്തിപ്പാടി വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നോക്കാം. ഒരാളുടെ മുറിവില് പിന്നെ നമ്മൾ ഉപ്പ് തേക്കുന്ന മാതിരിയാണ്. ഇന്നലെ ചെയ്ത ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അതൊരു പാവം പയ്യനാണ്. അവൻ ആ മർച്ചന്റ് നേവിയിൽ നിന്ന് ജോലി കളഞ്ഞ് അവന്റെ അഭിനയത്തിനോടും എടുക്കാനുള്ള ആ ഒരു ഇതും മഹാരാജാസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറക്കി, അതും ചെറിയ ബഡ്ജറ്റിലൊക്കെ ഇറക്കിയോണ്ട് അതും പൊട്ടിപ്പോയി അതിന്റെ മാനസികത്തിൽ നിൽക്കുന്നു. അപ്പം ആ ചെറുക്കനോടൊരു നമുക്ക് ആർക്കെങ്കിലും ഒരു ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല ഈ വീഡിയോയിൽ. പിന്നെ ഞാൻ ഇന്ന് ഈ ചെയ്യുന്ന വീഡിയോ ഞാൻ രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നുള്ളൂ. 5-6 വീഡിയോ അത് വെച്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് ചെയ്യുന്ന വീഡിയോയും ഇന്നലെ തൊട്ട് പൊങ്ങി കേൾക്കുന്ന ഒരു വാചകമാണ് BPD. ഈ BPDയോ ഇത് എന്തുവാ? ഇത് ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അഖിലിന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയപ്പോഴാണല്ലോ ഈ ഒരു കാര്യം പൊങ്ങി വന്നത്. ഇത് എന്തുവാ സാധനം? നമ്മളൊക്കെ വീട്ടിൽ വഴക്കുണ്ടാക്കും, ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കും, 2 ദിവസം മിണ്ടായിരിക്കും, അല്ലെ കൂടി വന്നാൽ നമ്മൾ വീട്ടിലോട്ടൊന്ന് പിണങ്ങിപ്പോവും, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും, അത്രയ്ക്കേ ഉള്ളൂ. നമുക്കൊന്നും ഈ BPD ഇല്ലേ എന്നൊക്കെ ചോദിച്ചുള്ള കമന്റ് വരുന്നുണ്ട്. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച്, ഡിപ്രഷൻ നമ്മൾ എപ്പോഴും കേൾക്കുന്നില്ലേ? ഈ അടുത്ത് കേട്ട ആർക്കാണ്? ഗൗരി കൃഷ്ണ ഡിപ്രഷനായിരുന്നു. പിന്നെ ആരാ? ജാസ്മിൻ ഡിപ്രഷനായിരുന്നു. ഇവരെല്ലാം പോയി ഡോക്ടർമാരെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഗൗരി കൃഷ്ണയാണേലും ജാസ്മിനാണെങ്കിലും. ഗൗരി കൃഷ്ണയുടെ ഈ കഴിഞ്ഞ ഇന്റർവ്യൂ ഞാൻ കിട്ടും, ഡിപ്രഷന് മരുന്നൊക്കെ കഴിച്ചു, പക്ഷെ ഞാൻ സ്വയം എന്നെ മാറ്റിയെടുത്തു. ഡിപ്രഷന്റെ മരുന്ന് വലിച്ചില്ലെന്നുള്ള അർത്ഥത്തിൽ. ജാസ്മിനാണ് ആദ്യം പോയി കഴിച്ച ഡിപ്രഷന്റെ മരുന്ന് ഒന്നും ഏറ്റിട്ടില്ല. രണ്ടാമത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താ ഒരു വീഡിയോ ഇട്ട്, അതെന്തായെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും പണ്ട് കാലത്തും ഉള്ളതാണ് ഈ ഡിപ്രഷൻ. എന്താണ്? എന്തേലും ഒരു വിഷയത്തിന്റെ പുറത്ത് നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആകുന്നതാണ് ഇവരൊക്കെ ഈ ഡിപ്രഷൻ എന്നും പറഞ്ഞ് കൊണ്ടുനടന്ന് മരുന്നും കഴിച്ച് കൊണ്ടുനടക്കുന്ന. പണ്ടത്തെ സ്ത്രീകൾക്കും ഇതൊക്കെ ഉണ്ട്. ഒന്നാമതായിട്ട് പണ്ടത്തെ സ്ത്രീകൾക്ക് ഡിപ്രഷൻ എന്നും പറഞ്ഞ് എവിടെയെങ്കിലും കുത്തിയിരിക്കാനൊന്നും പറ്റത്തില്ല. എടുപ്പത് പണിയുണ്ട്, ഇഷ്ടം പോലെ മക്കളുണ്ട്. മക്കളുടെ എത്ര വിഷമം ഉണ്ടെങ്കിലും മക്കളുടെ ആ ചിരിയും തമാശയും ഇതുമെല്ലാം ഒക്കെ കണ്ടു കഴിയുമ്പോൾ അവരങ്ങ് പോകും. ചെറുപ്രായത്തിൽ കല്യാണം കഴിക്കും. ഇന്നിപ്പോ കാലാവസ്ഥയെല്ലാം മാറി പ്രായം കഴിഞ്ഞാണ് കല്യാണം നടക്കുന്നത്. ചിലർ കല്യാണം കഴിക്കുന്നില്ല. ഓരോ കേസ് കെട്ടി സ്വാതന്ത്ര്യം കൂടിയതിന്റെ പേരിൽ പോയി ചെന്ന് ഇടപെട്ടിട്ട് അതിന്റെ പുറത്ത് പിന്നെ ഇപ്പൊ ജാസ്മിന്റെ കാര്യമൊക്കെ ഡിപ്രഷൻ എങ്ങനെയാ വരുന്നത്? ആവശ്യം ഉണ്ടായിട്ട് വന്നായിട്ട് നമുക്ക് തോന്നാറുണ്ടോ? ഇല്ല. തന്നിഷ്ടത്തിന് പോയതിന്റെ പുറത്തുണ്ടാകുന്നുണ്ട്. അത് പോട്ടെ. അപ്പൊ ഡിപ്രഷൻ അന്നും ഉണ്ട് ഇന്നും ഉണ്ടെന്ന്. അതേപോലെ തന്നെ BPD ഈ ഒരു അസുഖം ഇതൊക്കെ ഉള്ളതാണ്, ഈ കൂടെ തന്നെ ഉള്ളതാണ്. പക്ഷെ ജീവിതത്തിന്റെ സിറ്റുവേഷൻ ശരിക്കും നമ്മൾ ഒന്ന് മനസ്സിലാക്കി തരുവാണെങ്കിൽ എങ്ങനെയാണെന്നറിയാം. മിഥുന സിനിമയിലെ ഉർവശിയുടെ ആ ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി. ഇതിനെപ്പറ്റി BPDയെ പറ്റി കൂടുതൽ ഡോക്ടർമാരുടെ ഇത് ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയ 1-2 ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ BPD എന്ന് പറയുന്ന സംഭവം ഉർവശിയായിട്ടൊരു സാമ്യമുണ്ട്. അതായത് ആ കഥാപാത്രമായിട്ട് ഒരു സൈഡിൽ മോഹൻലാൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്നു, കാണുന്നവരോടൊക്കെ കടം മേടിക്കുന്നു, കാണുന്നവരുടെയൊക്കെ വായിലെ മുഴുവൻ ചീത്ത കേൾക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അങ്ങേർക്ക് പ്രേമം വരുമോ? പ്രേമമൊന്നും വരില്ല. വീട്ടിൽ വരുമ്പം നേരെ തിരിച്ച് അങ്ങേര് അത്രയും ബുദ്ധിമുട്ടി അത്രയും മാനസികമായിട്ട് അപമാനവും പൈസ ഇല്ലായ്മയുടെയും പ്രശ്നങ്ങളും എല്ലാം ഏറ്റുവാങ്ങി വരുന്ന സമയത്ത്
അങ്ങേർക്ക് ഒരു സ്വാതന്ത്ര്യമായിട്ട് അങ്ങ് നിൽക്കുന്ന ഒരു ഭാര്യയായിരുന്നെങ്കിൽ അങ്ങേർക്കൊരു ആശ്വാസമാകും. നേരെ തിരിച്ച് പ്രണയിച്ച സമയത്ത് എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു, എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു പറഞ്ഞ് കുറെ ലെറ്റർ എടുത്ത് കൈപ്പിടിച്ച് ഒരു തരം മാനസിക രോഗമാണത്. ആ രീതിക്ക് പക്വത ഇല്ലാത്ത ഒരു രീതിയിൽ നിൽക്കുക, അതിനെയാണ് BPD എന്ന് പറയുന്നത് തോന്നുന്നു. അപ്പൊ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇനിയാണെങ്കിലും കല്യാണം കഴിക്കാതിരിക്കുന്ന പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികൾ ഇങ്ങനെയുള്ള ഈ ഒരു രോഗത്തെ പറ്റി മനസ്സിലാക്കുക. നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രണയിനി നിങ്ങളുടെ അമ്മ അസുഖമായിട്ട് ICU കിടക്കുമ്പോഴും അവളെ വിളിച്ചില്ലെന്നും ഒക്കെ പറഞ്ഞ് അവൾ പരാതി പറഞ്ഞ് പിണങ്ങുക, അല്ലെങ്കിൽ അവള് വഴക്കുണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങളെ അങ്ങ് മാറ്റി വിടുന്നത് തന്നെയാണ് നല്ലത്. കാരണം ജീവിതത്തിൽ അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവരിങ്ങനെ എത്ര ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയുന്ന ഒരു രീതിയാണ് അവർക്ക് നമ്മൾ എത്ര അധികം സ്നേഹം കൊടുത്താലും ഒരു കാലത്തും അവരുടെ കെയർ കൊടുത്താലും സ്നേഹം കൊടുത്താലും അവർക്ക് മതിയാവില്ല. അവർക്ക് മതിയാവുന്ന പോലെ നമ്മുടെ ഇന്നത്തെ കേരളത്തിന്റെ രീതി അനുസരിച്ച് ഒരു സാധാരണ ഫാമിലിക്ക് പറ്റില്ല പെരുമാറാൻ. കാരണം ജീവിതമാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അവരെ മുഴുവൻ നേരെ ഉള്ളം കയ്യിൽ വെച്ച് ഇങ്ങനെ ഓമനിച്ചോണ്ട് ഇങ്ങനെ താലോലിച്ചോണ്ടിരിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. അപ്പൊ അത് പ്രണയിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഇവിടെ അഖിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പ്രണയിച്ചാന്ന് പറഞ്ഞു. ഈ BPD പിന്നെ പാരമ്പര്യമാണെന്ന് പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ അമ്മയും സെക്കൻഡ് മാരേജ് ഒക്കെ ആണെന്ന് തോന്നുന്നു. ചിലപ്പോൾ BPD ആയിരിക്കാം, കാരണം ആദ്യ ഭർത്താവ് കുഞ്ചിച്ചൊന്നും കാണില്ല, അത് കഴിഞ്ഞപ്പോഴേക്കും ഡിവോഴ്സ് ആയത്. അതേപോലെ ആ പാരമ്പര്യമായിട്ട് വരുന്നുണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പൊ ഈ പെണ്ണിന് ഈ പറയുന്നത് ശരിയാണ്, BPD ആയിരിക്കാം. അഖിൽ എന്താണെന്ന് ചോദിച്ചാൽ അഖിലിന് ഇതിനൊന്നും നേരമില്ല. കുറച്ചൊക്കെ ഒരു സാധാ ഭാര്യ എന്നുള്ള രീതിക്ക് കെയർ കൊടുക്കും. അതല്ലാതെ ബാക്കി അവനവന്റെ ജോലി വരെ കളഞ്ഞേച്ച് വന്നിരുന്നിട്ട് ഇതിലെന്തെങ്കിലും അഭിനയത്തിൽ എന്തെങ്കിലും ആകണമെന്നുള്ള അപ്പൊ അവൻ ആ രീതിക്കല്ലേ ശ്രദ്ധിക്കുള്ളൂ. ഓവറായിട്ട് ഇവിടെ മുഴുവൻ നേരം പണിക്ക് പോലും പോകാതെ ഭാര്യയെ എന്ന് പറഞ്ഞ് മന്ത്രം ഉരുവിട്ട് അവിടെ കിടക്കാൻ അവന് പറ്റിക്കാണിയല്ല. അതായിരിക്കാം തന്നെക്കാട്ടും പ്രായവും കൂടി അഖിലിനെക്കാട്ടും കാണാനും വലിയ മെച്ചമല്ല. പിന്നെ ആ നാട്ടിൽ കോഴി എന്നറിയപ്പെടുന്ന ആളാ പന്തളത്ത് അനൂപ് എന്ന് പറഞ്ഞാൽ കോഴി എന്നറിയപ്പെടുന്നതെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. ഞാൻ പറഞ്ഞല്ല, ഞാൻ അന്വേഷിച്ചു പറഞ്ഞിട്ടില്ല, സോഷ്യൽ മീഡിയ കണ്ട കാര്യം പറഞ്ഞ് അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ പോയിരിക്കുന്നെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇതൊന്നും അല്ല അവരുടെ നോട്ടം. അവരെ ഇങ്ങനെ എപ്പോഴും വെച്ച് കൊഞ്ചിച്ചുകൊണ്ടിരിക്കണം, ഓമനിച്ചുകൊണ്ട് താലോലിച്ചുകൊണ്ടിരിക്കുന്ന ആളെയാണ് അവർക്ക് വേണ്ടത്. അത് അന്വേഷിച്ച് അവർ പോവും. അവർക്ക് അവിടെ അതിനെന്തേലും കുറവ് വരുമ്പോൾ അവര് അത് സഹിക്കല്ലോ, ഒന്നെങ്കിൽ ജീവൻ ഒടുക്കും, അങ്ങനെയാ പറയുന്നത്. ജീവൻ ഒടുക്കും, അല്ലെങ്കിൽ ആരുടെയും കൂടെ പോവും. ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഈ ഡോക്ടർമാരുടെ ഒന്ന് കേൾക്കാം. പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതൊരു സ്വഭാവ വൈകല്യമാണ്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ, ഈ ഒരു സ്വഭാവ വൈകല്യമുള്ള ആളുകളുടെ പ്രധാന ഫീച്ചർ അവരുടെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മൂഡാണ്. അവരുടെ മൂഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് മൂഡ് മാറാം, അതനുസരിച്ച് ആ മൂഡ് അനുസരിച്ച് അവർ മുന്നും പിന്നും നോക്കാതെ പ്രതികരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല ഇവർക്ക് ഇവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പ്രത്യേകിച്ച് ദേഷ്യമൊക്കെ ആണെങ്കിൽ ഇവർ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തും ചെയ്തു കളയും. പിന്നെ ഇവർ അതിനെക്കുറിച്ച് ആലോചിച്ച് കരയുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ആ മൊമെൻറ്റിൽ അവർ ആക്ട് ഔട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇവരുടെ പ്രധാന ഹോൾമാർക്ക് ഫീച്ചർ. അതേപോലെ ഇങ്ങനെയുള്ള വ്യക്തികൾ പെട്ടെന്ന് തന്നെ ഓരോ പ്രലോഭനങ്ങളിൽ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇവർ വൈകാരികമായിട്ടാണ് കാര്യങ്ങൾ മുഴുവനായിട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു ഇമോഷൻ്റെ പുറത്ത് ഇവർ അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ചിട്ടോ ഡേഞ്ചറസ് വശങ്ങളെ കുറിച്ചൊന്നും ഇവർ ആലോചിക്കില്ല. BPD ഉള്ള സ്ത്രീകൾ എങ്ങനെ പെരുമാറും എനിക്ക് 24 മണിക്കൂർ നിന്നെ വിളിച്ചോണ്ടിരിക്കാൻ പറ്റില്ല പല്ലവി. എനിക്കറിയാം ഇപ്പൊ നിനക്ക് എന്നെ ആവശ്യമില്ലാന്ന്. നിനക്കും വേണ്ട, എന്റെ വീട്ടുകാർക്കും വേണ്ട. ഒന്ന് നിർത്തോ, കേട്ട് അടുത്ത്. ശരി, ഞാൻ ഇനി ശല്യമായിട്ട് വരില്ല. നിനക്ക് ഞാൻ വിളിക്കേണ്ടി വരില്ല. എന്തെങ്കിലും ചെയ്യും. എനിക്കിവിടെ ഇങ്ങനെ സ്നേഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ജീവൻ ഒടുക്കുകയാണ് പൊതുവെ ഇവര് ചെയ്യുക. പക്ഷെ ആ സമയത്ത് മൂന്നാമതൊരു വ്യക്തി ഒരു വിരുദ്ധം കടന്നു വന്നിട്ട് അവന് അവളെ കയ്യിലെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പുറകോട്ടോ മുന്നോട്ടോ ആലോചിക്കാതെ എടുത്തിയാടി അവന്റെ കൂടെ പോകും. കാരണം ഇവിടെ അത് അഖിൽ NRDയുടെ കാര്യത്തിൽ അത് ശരിയാണ്. ഈ പെണ്ണ് ചിന്തിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർ ഇത്രയും സജീവമായിട്ടിരിക്കുന്നത് സെലിബ്രിറ്റിയാണ്, കല്യാണം കഴിച്ചിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ, അങ്ങനെ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മാന്യമായിട്ട് വേണമെങ്കിൽ ഇന്നലെ എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, മാന്യമായിട്ട് ചേരുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ഡിവോഴ്സ് ആയതിനു ശേഷം മറ്റൊരു വ്യക്തിയെ കടന്ന് മറ്റൊരു വ്യക്തിയുടെ വിവാഹം കഴിച്ചങ്ങ് പോവുകയാണെങ്കിൽ അതൊരു മാന്യതയാണ്. പിന്നെ ഇത്രയും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഇവര് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാതെ ചെയ്തു ഇന്നലെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ BPD എന്നുള്ള ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ പടയെന്നും പറഞ്ഞൊക്കെ എടുക്കുന്നത്. ചുമ്മാതെ ബസ്സിലെ ഡ്രൈവറിന് കാണാൻ ഭംഗിയുള്ള പെണ്ണായതുകൊണ്ട് ട്യൂൺ ചെയ്ത് നോക്കി കാണും. സ്നേഹം എവിടോട്ട് ഇച്ചിരി കിട്ടുന്നോ അങ്ങോട്ടൊഴുകി. ഇപ്പൊ 1 വർഷമായപ്പോഴത്തേനെ അഖിലിന്റേതായ കുറച്ച് തിരക്കുകൾ, അത് ഏത് വീടുകളിലും ഉണ്ടാകുന്ന തിരക്കുകളിൽ പെട്ടുപോയി കാണും. അപ്പോഴത്തേനും ഒരു ശകലം കെയറിങ് ഒരല്പം ഒന്ന് കുറഞ്ഞു വന്നപ്പോഴത്തേനും അടുത്ത ആളുടെ കെയറിൽ അങ്ങ് വീണു. ഇനി ഒരു ഡോക്ടർ ഒരു പെങ്കൊച്ചിനെ കുറിച്ച്
ആ ഡോക്ടറെ കാണാൻ വന്ന ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. അത് കേട്ടാൽ മനസ്സിലാവും ഈ BPDയുടെ ഒരു പ്രശ്നം എന്താണെന്നുള്ളത്. അവിടെ ആ ക്ലാസ്മേറ്റായ ഒരു വ്യക്തിയുമായിട്ട് ഒരു ഇഷ്ടം തോന്നി, അവർ തമ്മിൽ പ്രണയത്തിലായി. ഈ പ്രണയം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയ സമയത്ത് തന്നെ അതേ കോളേജിലുള്ള സീനിയറായ ഒരു വിദ്യാർത്ഥി വന്ന് ഇവളോട് താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഗേൾസ് സ്കൂളിൽ പഠിച്ചിരുന്ന ഈ കുട്ടിക്ക് ഇങ്ങനത്തെ ചില അവസ്ഥകൾ വന്നപ്പോൾ അവൾ കുറച്ച് താല്പര്യം തോന്നി. ആ പറയുന്ന സീനിയർ വിദ്യാർത്ഥിയുമായിട്ടും ചാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിനിടയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരെയും പരിചയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതുവഴി പരിചയപ്പെട്ട ഒരു വ്യക്തി, ഡൽഹിയിലെന്തോ പഠിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹവുമായിട്ടും ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ 3 പേരോടും ഇഷ്ടം തോന്നുന്ന ഒരു സാഹചര്യം ആ കുട്ടിക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ആ കുട്ടി പറയുന്ന നേരത്തെ തന്നെ എനിക്ക് ഇത്തരത്തിലുള്ള ചില തോന്നലുകളും വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കൗമാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ട്യൂഷനൊക്കെ പോയിരുന്ന സമയത്ത് ട്യൂഷന് കൂടെ പഠിച്ചിരുന്ന ഒരു ആൺകുട്ടിയുമായിട്ടൊരു ഇഷ്ടം തോന്നി. അവനോട് തുറന്നു പറഞ്ഞു, അവനും തിരിച്ചത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. കുറച്ച് നാൾ ആ ഒരു ഇഷ്ടം മുന്നോട്ട് പോയി. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലൊരു മടുപ്പ് പോലെയൊക്കെ തോന്നി. അവനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലാന്ന് തോന്നി. നിസ്സാര കാര്യത്തിന് വഴക്കിടാൻ തോന്നി. പിണങ്ങി കഴിഞ്ഞ് വളരെ മോശമായ തരത്തിലൊരു വഴക്കിലേക്ക് അത് പോയി. അപ്പോൾ ഇതേ അവസ്ഥ ജീവിതത്തിൽ പലപ്പോഴായിട്ട് അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് അവൾ പറയുന്നത്. അവൾ പറയുന്നത് ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത് സൗഹൃദങ്ങളായാലും പ്രണയമാണെങ്കിലും സ്നേഹിച്ച് കൊന്നുകളയും. എന്നാൽ നിസ്സാര കാര്യത്തിനായിരിക്കും പിണങ്ങുന്നത്. ഇപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ബോയ് ഫ്രണ്ടായ ക്ലാസ്മേറ്റ് അവൻ പരീക്ഷ എടുത്ത സമയത്ത് അവൻ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങി. ഇവൾ വിളിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്നില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവനുമായിട്ട് വഴക്കിട്ട് അവനെ ഇത്രയും മോശപ്പെട്ടൊരു മനുഷ്യനില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ വന്നു. ആ കുട്ടിയുടെ അമ്മ പറയുന്നത് ഏതാണ്ട് തലയാഴ്ച വരെ ഇത്രയും ഒരു പുണ്യാത്മാവ് വേറെ ഇല്ല എന്നുള്ള മട്ടിലാണ് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവൾ വിളിച്ചിട്ട് എടുത്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവനെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഇല്ലാത്ത ആരോപണങ്ങൾ അവനെക്കുറിച്ച് മോശമായ രീതിയിൽ തന്നെ ഉന്നയിക്കുകയാണ്. ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ലക്ഷണമാണിത്. ഇപ്പോൾ ഈ ബോർഡർ ലൈൻ എന്ന് പറയാൻ കാര്യം തന്നെ ഇതൊരു അതിർവരമ്പിൽ ഇരിക്കുകയാണ്. ഇവർ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. ഇവർ ആഗ്രഹിക്കുന്ന പോലെ കൃത്യമായി കാര്യങ്ങളൊക്കെ നടന്നാൽ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ പോകും. പക്ഷേ അവരുടെ പല ആഗ്രഹങ്ങളും സാധാരണഗതിയിൽ ഒരു മധ്യവർത്തി കുടുംബത്തിന് സാധിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ 16 വയസ്സുള്ളപ്പോൾ പറയുകയാണ് എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ രാത്രിയിൽ പോയി താമസിക്കണം, ഇതായിരിക്കാം ഡിമാൻഡ്. ഒരു പക്ഷേ പ്രായപൂർത്തി ആയിട്ടില്ല, നീ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ അച്ഛനോ അമ്മയോ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരോട് പൊട്ടിത്തെറിക്കും, അവരോട് ദേഷ്യം വരും. നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിച്ചുള്ള പ്രണയബന്ധങ്ങൾ വരും. ഇവർ നല്ല ഇംപ്രസീവായി സംസാരിക്കുന്ന ആളുകളായിരിക്കും, നല്ല ആശയവിനിമയ ശേഷി ഉണ്ടാവും, മറ്റുള്ളവരുടെ വികാരങ്ങളൊക്കെ മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്നവരാണെന്നൊരു പ്രതീതിയൊക്കെ ഇവർക്ക് ജനിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സൗഹൃദങ്ങൾ സ്ഥാപിക്കും, പ്രണയങ്ങൾ സ്ഥാപിക്കും. ആ ബന്ധങ്ങളുള്ള സമയത്ത് വളരെ തീക്ഷ്ണമായിട്ടായിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിസ്സാര കാര്യത്തിന് പിണങ്ങും. അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പിണങ്ങും, ദേഷ്യപ്പെടും, വല്ലാതെ മോശമായിട്ട് വഴക്കിടും. ദീർഘകാലമായി നീണ്ടു നിന്നിരുന്ന സൗഹൃദങ്ങളെ പോലും ഈ ഒരൊറ്റ കാരണം കൊണ്ട് വെട്ടി എറിഞ്ഞു കളയും. കാലം മാറി. അതുകൊണ്ട് പറയാണ്, പെൺകുട്ടികൾ ഇനി തൊട്ട് ആരെങ്കിലും വിവാഹം കഴിക്കാനാണേലും പ്രണയിക്കാനാണേലും തിരഞ്ഞെടുക്കുമ്പോഴത്തേന് അവന്മാരും മയക്കുമരുന്ന് അഡിക്റ്റ് ആണോ എന്നുള്ളത് ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി മരിച്ചത് നമ്മൾ കണ്ടല്ലോ. മയക്കുമരുന്ന് അടിച്ചിട്ടാണ് ആ പെൺകുട്ടി അത്രേ ഉപദ്രവിക്കുക ചെയ്തത്. 1 വർഷം, അതും ഈ പറഞ്ഞ പോലെ 8 മാസം അങ്ങനെ എങ്ങാണ്ടൊക്കെ തന്നെ ആയിട്ടുള്ള ആ പെൺകുട്ടിയെയും അതേപോലെ ആസിഫ് എന്ന് പറയുന്ന ദുബായ്ക്കാരൻ ഈ പറഞ്ഞാൽ MDMA ഒക്കെ അടിച്ചിട്ടാണ് ഇതുപോലെ ഉപദ്രവിച്ചത്. അതേപോലെ തന്നെ പെൺകുട്ടികളെ പ്രണയിക്കുന്നവരും ഈ ഒരു കാര്യം BPD എന്ന അസുഖം ഇവർക്കുണ്ടോ അത് ആ പെരുമാറ്റത്തിൽ അറിയാൻ പറ്റും. മുഴുവൻ നേരം പരാതി തീർന്നിട്ടൊരു സമയം ഉണ്ടാവില്ല. പ്രണയത്തിനും സ്നേഹത്തിനും വേണ്ടി മുഴുവൻ സമയം ഇങ്ങനെ ദാഹിക്കായിരിക്കും. പ്രണയകാലത്ത് നിങ്ങൾക്ക് ഇവരെ സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. അന്ന് നിങ്ങൾ പുരുഷന്മാരെ അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷണയെ കഴിയുമ്പോഴാണ് നിങ്ങൾ പ്രണയിക്കുന്നത്. നിങ്ങൾക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ചുമ്മാ പഠിക്കുക, ചുമ്മാ പ്രണയിക്കുക, അങ്ങനെ നടന്നാൽ മതി. വലിയ ഉത്തരവാദിത്തമൊന്നും തലയിലില്ല. ആ സ്ഥാനത്ത് നിങ്ങൾ പിന്നെ ഹസ്ബൻഡിന്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ നിങ്ങളൊരു കുടുംബം തലയിലേറ്റി കഴിയുമ്പോൾ പല പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾക്ക് മുഴുവൻ നേരം അവളുടെ ഒപ്പം ഇരിക്കാനും മുഴുവൻ നേരം അവളോട് സംസാരിച്ചിരിക്കാനും അവളെ താലോലിക്കാനും കൊഞ്ചിക്കാനും ഒന്നും പറ്റാ വരുമ്പോൾ അവൾ ആ പണ്ടത്തെ പ്രണയിച്ചിരുന്ന കാലത്ത് എവിടെ നിന്നിരുന്നോ അവിടെ നിന്ന് ഒരടി പോലും മുന്നോട്ട് മാറിയിട്ടുണ്ടാവില്ല. നിങ്ങൾ വളരെ ദൂരം മുന്നോട്ട് പോന്നിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ അത് ആ പ്രണയിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാം. മുഴുവൻ നേരം ഫോൺ ചെയ്ത് എവിടെയാ ചന്ദ്രേട്ട എവിടെയാന്ന് ചോദിക്കുന്ന പോലെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ മുഴുവൻ ഒരു ശല്യം ആകുന്നവരെ നമുക്ക് ജീവിതത്തിൽ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ ഈ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായോ? ആ ഒരു പയ്യൻ അവന് പരീക്ഷയ്ക്ക് പഠിച്ച് ജോലി മേടിക്കണമെന്നുള്ളതുകൊണ്ട് അവൻ ഇവളുടെ ശല്യം സഹിക്കാത്തതുകൊണ്ട് ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് അവൻ പഠിച്ചു. അല്ലെ അവൻ പഠിക്കാൻ സമ്മതിക്കില്ല, മുഴുവൻ നേരം വിളിയായിരിക്കും. 24 മണിക്കൂർ വിളിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പൊ പഠിക്കാൻ കിട്ടുകയില്ല. അതിനുവേണ്ടി അപ്പൊ ആ ആഴ്ച അതിന് തലയാഴ്ച വരെ അമ്മയോട് വരെ സംസാരിക്കുമ്പോൾ ഈ പെങ്കൊച്ച് പറയുന്നത് എന്താണ്? അവൻ പുണ്യാളനാണ്. ഫോൺ എടുക്കാതായത് അവൻ ആരായി? രാക്ഷസനായി മാറി. അപ്പൊ തന്നെ അവനെ വിടാനും സാധിച്ചു. അപ്പൊ തന്നെ കട്ട് ചെയ്തു. പെട്ടെന്നാണ് തീരുമാനം. അപ്പൊ എല്ലാവരുടെ പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും ലൈഫ് തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെ കുറെ എല്ലാം ശ്രദ്ധിക്കണം. അഖില് 9ാം ക്ലാസ് തൊട്ട് പ്രണയിച്ചാന്ന് പറയുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടറൊക്കെ ഇതിന്റെയൊക്കെ പരിസമാപ്തി ഇങ്ങനെ ആകുമെന്ന് ആ പയ്യന് മനസ്സിലാക്കാൻ പറ്റിയല്ലേ? ഇതുപോലത്തെ രോഗമുള്ളവരാണ്, പാരമ്പര്യമായിട്ടുള്ളവരാണ് എന്ന് പറയുന്നു. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല ആ പയ്യനെ. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ പലരും കമന്റ് ഇട്ട പോലെ ഈ ഒരു ക്യാരക്ടറുകാരിയായിട്ട് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാ. പോയത് തന്നെയാണ് നല്ലത്. പിന്നെ എടുത്താൽ പോകാത്ത സ്വർണ്ണമൊക്കെ കല്യാണത്തിന് ഇട്ടിട്ടുണ്ട്. അത് കൊണ്ടുപോയി ആൾക്കാർ കുറച്ച് നാൾ അതുമൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവരതൊക്കെ തീർത്ത് കഴിയുമ്പോഴത്തേന് മിക്കവാറും അവരുടെ കെയറിങ്ങും സ്നേഹവും ഒക്കെ അങ്ങ് അവസാനിക്കും.
അപ്പൊ പിന്നെ തിരിച്ചറിവ് ഉണ്ടാകും എന്നൊരു വാക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു അസുഖം അവർക്കുള്ളതാണ്, തിരിച്ചറിവൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.